ഇനി പരിശോധിക്കുന്നത് കേരള സർവകലാശാല യുവജനോത്സവത്തിനിടെ മത്സരാർത്ഥികളിൽ നിന്നും ജഡ്ജസ് കൈക്കൂലി വാങ്ങിയെന്നൊരു കേസാണ്. കേസിൽ ഈ ജഡ്ജസിനെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ പരാതിയിലാണ് നടപടി. ജോമറ്റ് എന്ന പരിശീലകയും മറ്റ് 2 പേരുമാണ് കസ്റ്റഡിയിലുള്ളത്. ഇവർ കൈക്കൂലി വാങ്ങിയതിന് തെളിവുകളുണ്ടെന്ന് സർവകലാശാല യൂണിയൻ പറഞ്ഞു. എന്നാൽ കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നാണ് കസ്റ്റഡിയിലുള്ളവർ പറയുന്നത്. ഇത് ജോമറ്റാണ്. നിങ്ങൾ പൈസ കൈക്കൂലി വാങ്ങിയായിരുന്നോ? ഞാനിന്റെ ജോമറ്റ്. പിന്നെ നിങ്ങൾ ഞങ്ങളാരും വാങ്ങിയിട്ടില്ല. ഒരു സംഭവം ഇല്ല. ഇത് ചുമ്മാതെ ഞങ്ങളെ ബലിയാടാക്കുവാണ്. ഇത് നന്നായിട്ട് അന്വേഷിക്കണം. ഇത് ബലിയാടാക്കുവാണ് തീർച്ചയായും. വഴി കൂടെ പോയി ഞങ്ങളെ പിടിച്ച് വെറുതെ പാനൽ കൊടുത്തയാരാണെന്ന് കമ്മിറ്റിക്കാർക്ക് അറിയാമെന്ന് ഞങ്ങൾക്ക് എല്ലാം അറിയാവുന്ന വ്യക്തമായിട്ട് ഒരു തെളിവില്ല. ആക്ച്വലി മാർക്ക് കളിക്കാണ്. ഞാൻ മാർക്ക് കളിയായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ പരിശീലനാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി അരുൺ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ഈ കസ്റ്റഡിയിലായവർ പറയുന്നത് കൈക്കൂലി വാങ്ങിയിട്ടില്ല. അതൊരു മാർഗം കളിയുമായി ബന്ധപ്പെട്ട വിധികർത്താക്കളാണ്, അവർക്കെതിരെയാണ് പരാതി വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഈ യുവജനോത്സവത്തിൽ കേരള സർവകലാശാല യുവജനോത്സവത്തിനിടയ്ക്ക് മത്സരാർത്ഥികളിൽ നിന്നും കൈക്കൂലി വാങ്ങിയെന്ന സംഭവം പുറത്തു വരുന്നത്? കേരള സർവകലാശാല യുവജനോത്സവം തിരുവനന്തപുരത്താണ് നടക്കുന്നത്. തിരുവനന്തപുരത്ത് സെനറ്റ് ഹാൾ ആണ് പ്രധാന വേദി. നേരത്തെ തന്നെ ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ കലോത്സവങ്ങളിലും ഇത്തരം തട്ടിപ്പുകളുടെ തരത്തിലുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ ജഡ്ജസിനെ പ്രോഗ്രാം എല്ലാ പരിപാടികളും ജഡ്ജസിന്റെ മൊബൈൽ ഫോൺ വാങ്ങി വയ്ക്കാൻ സംഘാടകർ തീരുമാനിച്ചു. കഴിഞ്ഞ തവണ വരെ അതുണ്ടായിരുന്നില്ല. അതിന്റെ ഫോണിലാണ് ചില സന്ദേശങ്ങൾ വരികയും അത് പിന്നീട് പരിശോധിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ചെസ് നമ്പറും മറ്റും പറഞ്ഞു കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് കൃത്യമായി അവർ സ്റ്റേജിൽ കയറുമ്പോൾ സമ്മാനം, 1ാം സമ്മാനവും അതുപോലെ തന്നെ ഗ്രേഡുകൾ നൽകാനുള്ള തീരുമാനമുണ്ട് എന്ന് മനസ്സിലായത്. പിന്നീട് വിദ്യാർത്ഥി യൂണിയനിന്റെ ചിലർ തന്നെ ഈ ജഡ്ജസുമായി ഫോണിൽ ബന്ധപ്പെട്ടു, ഇടനിലക്കാരുമായും ഫോണിൽ ബന്ധപ്പെട്ടു. അപ്പോഴാണ് 25,000 മുതൽ 1 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയാണ് ഇത്തരത്തിൽ ഉയർന്ന മാർക്ക് കൊടുക്കുന്നതെന്ന് മനസ്സിലായത്. നഗരത്തിലെ ഒരു പ്രധാന സ്വകാര്യ കോളേജിലെ വിദ്യാർത്ഥിക്ക് തിലകപ്പട്ടം വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിയതായും പരാതിയോട് തുടർന്ന് ഇന്നലെ യൂണിവേഴ്സിറ്റി കോളേജിൽ മാർഗം കളി രാത്രി നടക്കുമ്പോൾ തർക്കമുണ്ടായി. മികച്ച രീതിയിൽ കളിച്ച ടീമിനെ തഴഞ്ഞുകൊണ്ട് മോശമായ പ്രകടനം നടത്തിയവർക്ക് സമ്മാനം നൽകി. ഇത് കൈക്കൂലി വാങ്ങിയെന്ന ആരോപണമാണ് ഈ നേരത്തെ ഉയർന്ന ഇടനിലക്കാരനും അതുപോലെ തന്നെ ഈ ജഡ്ജസുമൊക്കെ ഇടപെട്ട ഒരു ലോബിയാണ് ഇതിന് പിന്നെന്ന ആരോപണമാണ് ഉയർന്നത്. അങ്ങനെ 4 പേരെ ഈ യൂണിയൻ റൂമിൽ പൂട്ടിയിടുകയും പോലീസിനെ കൈമാറുകയുമായിരുന്നു. ഇവർ കുറ്റം സമ്മതിച്ചു എന്നാണ് യൂണിയൻ പ്രവർത്തകർ പറയുന്നത്. പക്ഷേ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ ഒരു തരത്തിൽ തങ്ങൾ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല, തങ്ങളെ വിളിച്ചു വരുത്തി കൊടുക്കുകയായിരുന്നു എന്ന മറുപടിയാണ് അവർ പറയുന്നത്. പക്ഷേ ഇവരുടെ ഫോണിൽ ബന്ധപ്പെട്ട് ഈ ചെസ് നമ്പർ മറ്റും പറയുമ്പോൾ ഉയർന്ന സമ്മാനം ഉറപ്പാക്കാമെന്ന് പറയുന്നതിന്റെ തെളിവുകൾ പോലീസിന് കൈമാറുമെന്നാണ് യൂണിവേഴ്സിറ്റി യൂണിയനും വിദ്യാർത്ഥികളും ഒക്കെ പറയുന്നത്. ഏതായാലും ഇന്നലെ രാത്രി തടസ്സപ്പെട്ട കലോത്സവം അല്പസമയം മുമ്പും ആരംഭിച്ചിട്ടില്ല. ഇത് ഈ ഒരു ഒറ്റപ്പെട്ട സംഭവമാണോ അരുൺ? കാരണം ഇതിനു മുൻപ് അരുൺ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, സ്കൂൾ കലോത്സവത്തിനിടെ തിരുവനന്തപുരം ജില്ലയിൽ ഇത്തരം ജഡ്ജസ് കൈക്കൂലി വാങ്ങിയെന്ന പല പരാതികൾ വന്നതാണ്. ഇവിടെ ഈ സർവകലാശാല കലോത്സവത്തിനിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ഒറ്റപ്പെട്ട സംഭവമായി മാത്രം കാണണോ, അതോ ഇതിന് പിന്നിൽ വലിയൊരു ലോബി, ഒരു മാഫിയ ഉണ്ട് എന്ന് സംശയിക്കണോ? അങ്ങനെ വേണം സംശയിക്കാൻ. കാരണം ഒരു ഇനത്തിൽ 4ഉം 5ഉം 1ാം സമ്മാനവും അതുപോലെ തന്നെ 2ാം സമ്മാനവും ഒക്കെ നൽകുന്നുണ്ട്. ഇത് കൃത്യമായി പണം വാങ്ങിയാണ് നൽകുന്നതെന്ന ആരോപണമാണ് ശക്തമാകുന്നത്. വഞ്ചിപ്പാട്ടിന് 4 പേർക്കാണ് 1ാം സമ്മാനം, 2ാം സമ്മാനം അതുപോലെ 4ഓ 5ഓ പേർക്കുണ്ട്. അത്തരത്തിൽ പല ഇനങ്ങളിലും കൂടുതൽ പേർക്ക് സമ്മാനം നൽകുന്നത് പണം വാങ്ങിയിട്ട് തന്നെയാണ്. ഇത് തന്നെ ഒരു അധ്യാപക ഒരു ഇടനിലക്കാരന്റെ സമ്മതത്തോടെ അല്ലെങ്കിൽ അവരുടെ അറിവോടുകൂടി വരുന്ന ഒരു വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മാർക്ക് നൽകണം, അവർക്ക് 1ാം സമ്മാനം നൽകണമെന്ന് ആവശ്യമാണ് ഈ വാട്സാപ്പ് സന്ദേശത്തിലും മറ്റും ഉള്ളത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുന്നത്. പോലീസ് അന്വേഷണത്തിന് കൂടുതൽ വിവരങ്ങൾ വെള്ളിയിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വ്യക്തമാണ്.
വി അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. കേരള സർവകലാശാല കലോത്സവത്തിനിടെ മത്സരാർത്ഥികളിൽ നിന്നും കൈക്കൂലി വാങ്ങിയെന്ന പരാതിയിലാണ് 3 പേർ പിടിയിലായിരിക്കുന്നത്.